ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ചെറിയ സൺഡേ വൈബുമായിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് എങ്ങോട്ടേലും പോകണം. അബ്ബാക്കാണെങ്കിൽ എല്ലാ സൺഡേയും ബിസിയാണ്. സൺഡേ ഒക്കെ ഗ്രൂമിങ് വർക്ക് ഉണ്ടാവും. അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും പോയാൽ പറ്റുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പം ഉമ്മിച്ച് പറഞ്ഞു എന്നാൽ നമുക്ക് വെറുതെ കുഞ്ഞുമാടെ വീട്ടിൽ പോകാമെന്ന്. പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. പിന്നെ ഇത്താനെ വിളിച്ച് ഞങ്ങളൊരു ഓട്ടോയ്ക്ക് അങ്ങ് കുഞ്ഞുമാടെ വീട്ടിലേക്ക് പോയിട്ടാവും. അപ്പോൾ നമ്മുടെ കനാലിലൊക്കെ വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം വെള്ളം കണ്ടിട്ട് പിള്ളേർ പറഞ്ഞു തുടങ്ങി അബ്ബാനെ കൂട്ടി കനാലിൽ പോകണം എന്ന്. കനാലിൽ ചെറിയ വെള്ളമാണല്ലോ, അപ്പോൾ എപ്പോഴും വെള്ളം വരുന്ന സമയത്ത് ഇവരിടയ്ക്കൊരു പോക്കൊക്കെ ഉണ്ട് കേട്ടോ. സാറ്റർഡേസിലും പിന്നെ ഇടയ്ക്കൊരു വൈകിട്ടും അങ്ങനെ ഒരു പോക്കുണ്ട്. പിന്നെ നമ്മളങ്ങനെ കുഞ്ഞുമ്മയുടെ വീടെത്തി. അവിടെയാണെങ്കിൽ കുറേശ്ശെ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചേക്കുന്നത് കാണാൻ. നല്ല ബൊഗെയിൻവില്ലയുടെയൊക്കെ വൈറ്റ് കളറ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ കാണാനുള്ള ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്തെടുക്കൽ കുറച്ച് റിസ്ക്കാണ് കേട്ടോ. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ ഇടയ്ക്കിടയ്ക്ക് ഈ പൂവും കായും ഒക്കെ പറിച്ച് കളയും കേട്ടോ. പിന്നെ ഇനി അത് കണ്ടുപിടിച്ച് ആരാ പറിച്ച് നടക്കലും പിന്നെ അവരുടെ പുറകെ കിടക്കലും അത് പിന്നെ അത് ഇരട്ടി പണിയാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇതൊന്നും നടലൊന്നും ഇല്ല കേട്ടോ. പക്ഷെ കാണുമ്പോൾ നല്ല രസം. കുഞ്ഞുമ്മയുടെ വീട്ടിൽ ചെന്നതും മക്കൾക്കൊരു പൂച്ചേനെ കിട്ടി. ഒന്നല്ല 2 പൂച്ച. അവിടെ വളർത്തണമെന്നൊന്നുമല്ല, പക്ഷെ എപ്പോഴും അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവർ ഫുഡൊക്കെ കൊടുത്ത് കെയർ ചെയ്ത് അങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. അത് നല്ല ക്യൂട്ടായിരുന്നു. കുഞ്ഞിതായത് കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ പൊന്നോ, ചെന്ന വഴി എല്ലാം കൂടി അതിനെ പീച്ച് കൂട്ടി അതിനെ കൊല്ലാറാക്കി. വരുന്നവരെ ആ പൂച്ചേനെ നെക്കലും പീച്ചലും. പൂച്ച ആകെ ശ്വാസം മുട്ടെന്ന് എനിക്ക് തോന്നണേ. ഇവരെല്ലാവരും കൂടി ആർക്കും ഒന്നിനൊരു പേടിയില്ല കേട്ടോ. നാനൂസിന് പോലും പേടിയില്ല. അവളും ചാടി എടുക്കാൻ പോവാണ്. അങ്ങനെ മൊത്തത്തിൽ മക്കൾക്ക് ഭയങ്കര ആഘോഷം. പുറത്ത് പോയി പാർക്കിലും ബീച്ചിലും പോകുന്നതിനേക്കാളും അവരാ പൂച്ചേനെ കിട്ടിയപ്പോൾ അവർ ഭയങ്കരമായിട്ട് അവിടെ എൻജോയ് ചെയ്തു. വരുന്നവർ അതിനെ നിലത്ത് വെച്ചിട്ടില്ല കേട്ടോ. ലഞ്ചിൻ്റെ സമയമാകാറായപ്പോഴാട്ടോ ഞങ്ങൾ എത്തിയത്. പിന്നെ ഫുഡ് കൊടുക്കണമെങ്കിൽ എല്ലാത്തിനെയും കൈയൊക്കെ സോപ്പിട്ട് കഴുകിപ്പിച്ചിട്ട് വേണം ഇരുത്താൻ. നല്ല നെയ്ച്ചോറും ബീഫുമായിരുന്നു. കുഞ്ഞുമ്മ വീട്ടിലുണ്ടാക്കിയതല്ല കേട്ടോ. പെട്ടെന്ന് ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞപ്പം ഓർഡർ കൊടുത്തിട്ട് അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ചൂടൻ ചോറുമായിരുന്നു. നല്ല വിശന്നിരുന്ന സമയമായതുകൊണ്ട് മക്കൾ കഴിച്ചു. അല്ലെങ്കിൽ വാരി കൊടുത്ത് എല്ലാത്തിൻ്റെയും പുറകെ നടക്കണം. അപ്പോഴും അവരുടെ മനസ്സിലാ പൂച്ചയുടെ പുറകെ പോകാനുള്ള തിരക്കൂട്ടലാട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. പിന്നെ അവിടെ അടുത്ത് പാടമുണ്ട്. അപ്പോൾ പിള്ളേർക്ക് പാടത്ത് പോകണം. പാടത്ത് പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഇറങ്ങി. പോകണ വഴിക്കാണെങ്കിൽ ഒരു കോഴി ഫാം കണ്ടു. അപ്പോഴും അങ്ങോട്ട് ഓടിച്ചെന്ന് എല്ലാം കൂടി കയറിയ കോഴികളൊക്കെ പേടിച്ച് അങ്ങോട്ട് ഓടിപ്പായാട്ടാ. കോഴികളുടെ ശബ്ദം കേട്ട് ഫാമിൻ്റെ ഓണർ വന്ന് അവിടെ എത്തി നോക്കുന്നുണ്ടായി. പിന്നെ ഞാൻ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ. പെട്ടെന്ന് അതുങ്ങളെയും കൂട്ടി അങ്ങോട്ട് പോയി. പിന്നെ പാടത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചു. നമ്മുടെ വീട്ടിലാണെങ്കിൽ മുറ്റത്ത് പോലും ഇറങ്ങാറില്ലല്ലോ. അവരെന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ വീടിൻ്റെ അകത്ത് റൂമിലിരുന്ന് കളിക്കലും അടുത്തങ്ങനെ കളിക്കാൻ പോകാൻ കൂട്ടുകാരും ആരും ഇല്ലല്ലോ. അത് കാരണം എങ്ങോ ടൂർ പോയൊരു ഫീലായിരുന്നു അവരുടെ മൈൻഡിൽ. പാടമൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷവും. പിന്നെ അയച്ചൂട്ടി അവിടെ നിന്ന് റീൽസ് എടുക്കലും ഡാൻസ് പ്രാക്ടീസ് ചെയ്യലും അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം നടത്തി. അങ്ങനെ കളിക്കലും ഒക്കെ കഴിഞ്ഞ് ആകെ ടയേർഡായി എല്ലാം കൂടി. പിന്നെ പറഞ്ഞു ദാഹിക്കണേ എന്നും പറഞ്ഞ് അടുത്ത കരച്ചിൽ. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ചോക്കോബാർ വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കഴിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഗ്യാപ്പിലാണെങ്കിൽ കുഞ്ഞുമ്മ സേമിയ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് കൊടുക്കാനാന്നും പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞ് അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി. പിന്നെ അതെല്ലാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് സേമിയ പായസമൊക്കെ കുടിച്ചു. പിന്നെ ചായ തിളപ്പിച്ച് വരപുരികൾ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കൂടി കഴിച്ച് അപ്പോഴേക്കും സന്ധ്യയായെങ്കിലും മക്കൾക്ക് അവിടെ നിന്ന് വരണമെന്നില്ല. പിന്നെ ഇൻഷാല്ല വേറൊരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിള്ളേരെയൊക്കെ സെറ്റാക്കി എന്നിട്ട് പോകാനുള്ള തയ്യാറെടുപ്പായി. റിട്ടേൺ വരാൻ നേരത്ത് ബാബ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം പിന്നെ ഓട്ടോയൊന്നും വിളിക്കണ്ടല്ലോ. പിന്നെ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ സന്ധ്യ ആയാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് പേരൊന്നും കൂടി അവിടെ ഇരുന്നു. പിന്നെ മക്കൾ വീണ്ടും അടുത്ത കളി തുടങ്ങി. അപ്പോഴേക്കും 8 മണി ആയി കേട്ടോ. എന്നാൽ പിന്നെ ഫുഡും കൂടി കഴിച്ചിട്ട് പോകാൻ കുഞ്ഞുമ്മ പറഞ്ഞു. പക്ഷെ ഞങ്ങളും നിന്നില്ല കേട്ടോ. കാരണം അപ്പോൾ കഴിക്കാൻ വേറെ സ്ഥലമില്ലല്ലോ. പായസവും ചായയും എല്ലാം കൂടി ആകെ ഫുൾ ടൈറ്റായിരുന്നു.
പിന്നെ നെയ്ച്ചോറൊക്കെ ഞങ്ങൾക്ക് പൊതിന് കേട്ട് തന്നെ വിട്ടു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. മക്കൾ ശരിക്കും അടിച്ചു പൊളിച്ചു. അവർ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. അവിടെ ചെന്ന് ഫുൾ കളിയായിരുന്നു ഇന്ന് എന്തായാലും. അങ്ങനെ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് പോന്നു.